കക്ഷി രാഷ്ട്രീയത്തിന്റെ കുഴൽക്കണ്ണാടിയിൽ കൂടിയല്ല ആശാ വർക്കർമാരുടെ ഈ സമരത്തെ ഞാൻ നോക്കിക്കാണുന്നത്. അതിനപ്പുറമായിട്ട് ഈ സമരം എന്ന് പറയുന്നത് കേരളത്തിന്റെ മനസാക്ഷിയുടെ രാഷ്ട്രീയത്തിന്റെ പിന്തുണ നേടിയിട്ടുള്ളതാണ് എന്ന് ഞാൻ കരുതുകയാണ്. 11 ദിവസവും ഈ സമരം ടെലിവിഷൻ ചാനലിലൂടെ കാണുമ്പോൾ ഈ സമരത്തിന് പിന്തുണ അർപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ എന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ഈ വേദിയിലേക്ക് ഇന്ന് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇവിടെ ഏതെങ്കിലും ഭരണകർത്താക്കളെ അട്ടിമറിച്ച കസേരയിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. വേണ്ടിയിട്ടുള്ള അവകാശം അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരത്തിന് ഹൃദയത്തിൽ തൊട്ട് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ നടക്കുന്ന നിങ്ങളുടെ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ കാണുകയാണ് ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഈ നാടിന്റെ വിഷയങ്ങളെ ചേർത്തുകൊണ്ട് അവരവരുടെ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ മാനദണ്ഡങ്ങൾ വെക്കുക എന്ന് പറയുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന സർക്കാരിനെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. വെട്ടിക്കുറയ്ക്കൽ, ആരുടെ കാര്യത്തിലെ വെട്ടിക്കുറയ്ക്കല്? കോവിഡ് വന്നപ്പോ 24 ദിവസം ഓക്സിജനിൽ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അവിടെയും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് ആശാ വർക്കർമാരായിരുന്നു. അവരെ കണ്ടുകൊണ്ട് അവരെ കാണുമ്പോൾ നല്ല വാക്ക് പറയാൻ വേണ്ടിയായിരുന്നില്ല, പ്രസംഗങ്ങളിലെ നല്ല വാക്കുകളല്ലേ ആവശ്യം, അവരെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കലാണ് എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ സാമ്പത്തിക നില ഭദ്രമല്ല എന്ന് പറയുന്ന ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് ഈ PAC മെമ്പർമാരുടെ അവരുടെ ശമ്പളം, അവരുടെ ഓണറേറിയം കുത്തനെ കൂട്ടിയത് എന്ന് ഇവിടെ ഒന്ന് പറയാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് സൂചിപ്പിക്കട്ടെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഴുവൻ പദ്ധതികൾ കൃത്യമായി ഓരോ കുടുംബങ്ങളിലും എത്തിച്ചിട്ട് പാവപ്പെട്ട ആളുകൾക്കൊപ്പം നിന്നിട്ട് അവരുടെ ശിഷ്ടകാലം ജീവിക്കുന്നതിന് വേണ്ടി തുച്ഛമായിട്ടുള്ള ഒരു ആനുകൂല്യം തരാൻ കഴിയുന്നില്ല എന്നുള്ളത് സർക്കാരുകളുടെ പിടിപ്പുകേടാണ് എന്നത് 10 ദിവസമായിട്ട് ഇപ്പം സമരം കഴിഞ്ഞ് ഇന്ന് 11ാമത്തെ ദിവസമാണല്ലോ മഹാസംഭവം നടക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് കിട്ടാനുള്ള വേതനം വാങ്ങിയിട്ടേ പോവുള്ളൂ. ഇവർ 13,200 രൂപ ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏത് കണക്കിനാണ് ഇത് ആർക്കാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് 7,000 രൂപ വെച്ചുള്ളത് പോലും ഈ 3 മാസ കാലയളവായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അത് ഞങ്ങൾക്ക് കിട്ടണം. അതുകൂടാതെ ഞങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം. പിരിച്ചു വിടുന്നവർക്ക് 62 വയസ്സാകുമ്പോൾ പിരിച്ച് അങ്ങ് വെറുതെ റോഡിലോട്ട് വലിച്ചിറക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങളുടെ നല്ല സമയം അത്രയും ഈ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ കളഞ്ഞതാണ്. ആ കളഞ്ഞിട്ട് 62 വയസ്സാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ തെരുവിൽ എറിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നീട് ഉള്ള കാലം ജീവിക്കണ്ടേ. ഞങ്ങൾക്ക് 5 ലക്ഷം വിരമിക്കൽ പ്രായമാവുമ്പോൾ 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം. ഞങ്ങൾക്ക് പെൻഷൻ അനുവദിക്കണം. അല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് ഈ സമരം ഞങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഇത് ഞങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരപന്തലിൽ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ ഒരു പ്രസ്താവന ഇറക്കിയായിരുന്നല്ലോ, നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ തരുമെന്നൊക്കെ പറഞ്ഞു. 4 മാസമായി ഞങ്ങൾക്ക് കിട്ടിയിട്ട്. വയസ്സ് 61 ആവാൻ പോണ്. ഇനി 18 വർഷം കൊണ്ട് ഈ കിടന്ന് മരിച്ചു കിടന്ന് ഇനി ആവതില്ല പൊന്നുമോളെ, ഇനി ആവതില്ല സത്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് കിടന്ന് കഷ്ടം. പിന്നെ ഇവർ 13,500 രൂപ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ആരും 13,500 ഇല്ല, 7,000 രൂപ. അത് 4 മാസമായി പെൻഡിങ് വന്നിട്ട്. ഞങ്ങൾക്ക് അതെങ്കിലും തന്നെങ്കിൽ ഞങ്ങൾ ഈ വണ്ടിക്കൂലിക്ക് വരെ ഞങ്ങൾ പൈസ കടമായിച്ചുകൊണ്ടാണ് ഇവിടുന്ന് വരണത്. 7,000 രൂപ എന്നാ പലർക്കും കിട്ടാതെ ഇല്ല. പിന്നെ രണ്ടാമത് ഞങ്ങളുടെ വേതനം എത്രയാണെന്നുള്ളത് ഇപ്പൊ ഈ സർക്കാർ വഴി ജനങ്ങൾ അറിഞ്ഞു. അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തുച്ഛമായിട്ടുള്ള വേതനത്തിനാണ് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഞങ്ങളെ പബ്ലിസിറ്റി ചെയ്തു. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമുക്കിത് പാർട്ടി ഒന്നും അല്ലായിട്ടാണ് ഇത്രയും ആശമാർ പാർട്ടി പരമായിട്ടല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ വേതനം, ഞങ്ങൾക്ക് കുടിശ്ശികയുള്ള പൈസ അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പാർട്ടിക്കാർ ആരും ഇത്രയും ആശമാരൊക്കെ ഒരു പാർട്ടിയും ഇല്ല. 10 ദിവസമായിട്ട് ഇവിടെ നിങ്ങൾ നിൽക്കുകയാണല്ലോ. ഞങ്ങൾ പൈസ കടമായിച്ചാണ് ഞങ്ങൾ വരുന്നത് വണ്ടിക്കൂലിക്ക്. നെയ്യാറ്റിൻകരയിൽ നിന്ന് വരിക. നെയ്യാറ്റിൻകരയിലെ കാരുണ്യ മിഷന് 2024 ജൂലൈ മാസം 7-ാം തീയതി അവിടെ ഒരു കോളറ ബാധിച്ചിരുന്നു. ആ ബാധിച്ച സമയത്ത് ഞങ്ങൾ ആശാമാർ, അത് PHC പെരുമ്പഴത്തിലുള്ള ആശാമാർ ഉൾപ്പെടെ എല്ലാ പേരും രാവും പകലും
1.5 മാസം പണി ചെയ്തിട്ടാണ് ആ കോളറ എന്നുള്ള രോഗം എടുത്തു മാറ്റിയത്. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ശമ്പളം തരുന്നില്ല? ആശമാർക്ക് അവർ വിലയില്ല, ആരോഗ്യ പ്രവർത്തകർക്ക് കൊടുക്കാൻ പൈസയില്ല, അവരെ താഴ്ത്തട്ടിൽ കിടക്കുന്ന എല്ലാ പേർക്കും പൈസ കൊടുക്കണം. എന്തുകൊണ്ട് ആശമാർക്ക് ഞങ്ങൾക്ക് പൈസ തരണം? ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരല്ലേ മാം? അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആനുകൂല്യം തന്നേ പറ്റുള്ളൂ. ആനുകൂല്യങ്ങൾ നേടിയെടുക്കും വരെ സമരം ചെയ്യാൻ തന്നെയാണോ? രാവുപാലും ഞങ്ങൾ സമരം ചെയ്യുന്നത്. കോളറ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഒരു ശ്രീ കാരുണ്യ മിഷനാണ്. അപ്പം അതിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പുറത്ത് ഈ രോഗം ആർക്കും വരാത്ത രീതിക്ക് 1.5 മാസം രാവും പകലും ഇല്ലാതെ ശരിക്ക്, പിന്നെ മെഡിക്കൽ ഓഫീസർ, അവിടുത്തെ ഉദ്യോഗസ്ഥരെ എല്ലാവരും ചേർന്ന് തന്നെയാണ് ആ രോഗം അതിനകത്ത് നിർത്തി നമ്മൾ മാറ്റിയത്. ഇത്രയും കഷ്ടപ്പെട്ട് രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്കൊരാനുകൂല്യം സർക്കാർ തരാൻ ബാധ്യസ്ഥരല്ല. താഴെക്കടയിലുള്ള ആശാവർക്കർമാരെ എന്ത് കാണാൻ പോകുന്നത്? ആരോഗ്യമുണ്ടെങ്കിലേ ഇന്ന് എല്ലാ ജീവിതവും ഉള്ളൂ. അപ്പോൾ ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ രാപ്പകൽ പ്രവർത്തിക്കുന്നവരാണ് ആശമാരെ ഞങ്ങൾക്ക് നിസ്സാരം 1000 രൂപ പോലും ഈ ഇപ്പം വരുന്ന ബഡ്ജറ്റ് ഞങ്ങളുടെ പേര് ആശ എന്നൊരു വാക്കുപോലും പറയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നീചമായി ഇന്ന് 10 ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് ഈ പൊടിയും പുകയും ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ആശമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം അമ്മമാരാണ്, സഹോദരങ്ങളാണ്, ഈ നാടിൻ്റെ സഹോദരിമാരാണ്. അങ്ങനെ ഞങ്ങളെ കാണാത്ത സർക്കാരിന് ഒരു ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത്, എന്തുകൊണ്ട് ഞങ്ങളെ കാണുന്നില്ല? ഇതാണോ തൊഴിലാളികളുടെ സർക്കാർ എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ, നമ്മൾ 62 വയസ്സായി ചുക്കിച്ചൊളിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്കൊരു 5 ലക്ഷം രൂപ തന്നേ മതിയാകൂ. അത് ഞങ്ങളുടെ പിന്നെയുള്ള ജീവിതത്തിലാണ്, മക്കൾക്കും മറ്റുള്ളവർക്കും ഭാരമാകാതെ ഇത്രയും കാലം ജനങ്ങൾക്ക് വേണ്ടി സേവിച്ച ഞങ്ങൾക്ക് ഇന്ന് നാളെ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾക്കൊരു ചെറിയൊരു ഇതാണ് കേൾക്കുന്നത്. അത് ഈ സർക്കാർ തന്നില്ലെങ്കിൽ ഞങ്ങൾ മരണം വരെ സമരം ചെയ്യാൻ തയ്യാറായി തന്നെ ഇവിടെ വന്നിരിക്കുന്നു. അതിന് യാതൊരു ഇതുമില്ല.